ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്ന് നീറുന്ന ഓർമ്മയാണ് എമിലിയാനോ സാല എന്ന അർജന്റീനിയൻ ഫുട്ബോളർ. വൻതുകയ്ക്കുള്ള ക്ലബ് മാറ്റത്തിനു പിന്നാലെ വിമാനാപകടത്തിൽ സാല കൊല്ലപ്പെട്ട 7 വർഷങ്ങൾ കഴിയുമ്പോഴും ആ മരണം സംബന്ധിച്ച നിയമയുദ്ധങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. എന്താണ് അന്ന് സാലയ്ക്ക് സംഭവിച്ചത്? അപകടത്തിന് പിന്നാലെ ചിലർ ആരോപിച്ചതുപോലെ എല്ലാത്തിനും പിന്നിൽ ഫുട്ബോൾ മാഫിയയുടെ കൈകളുണ്ടോ? പ്രാർത്ഥനകളെല്ലാം വിഫലമായി, ഫുട്ബോൾ ലോകത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്നായിരുന്നു എമിലിയാനോ സാലയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ചില മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ട്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അർജന്റീന ടീമിൽ ഉറപ്പായും ഉണ്ടാകുമായിരുന്നെന്ന് ആരാധകർ വിശ്വസിക്കുന്ന കളിക്കാരൻ. കാൽപന്ത് കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിരുന്ന ആ അസാമാന്യ പ്രതിഭ ആരെങ്കിലും ആസൂത്രണം ചെയ്ത ചതിയുടെ ഇരയായിരുന്നു. അന്വേഷണ ഏജൻസികൾ അപകടമരണമെന്ന് വിധിയെഴുതുമ്പോഴും അതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു വിശ്വസിക്കുന്നവർ ഇന്ന് നിരവധിയാണ്. ജനുവരി 21 ഫ്രാൻസിലെ നാൻഡസിൽ നിന്ന് കാർഡിഫിലേക്കുള്ള യാത്രക്കിടെയാണ് സാല സഞ്ചരിച്ചിരുന്ന ചെറുവിമാനം അർഡെർനി ദ്വീപുകൾക്ക് സമീപം അപ്രത്യക്ഷമായത്. സാലയും ബ്രിട്ടീഷ് പൈലറ്റ് ഡേവിഡ് ഇബോട്ട്സണും മാത്രമാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സിംഗിൾ ടർബൈൻ എഞ്ചിനുള്ള പൈപ്പർ PA-46 മാലിബു എന്ന വിമാനത്തിലായിരുന്നു ഇരുവരും. കാർഡിഫ് സിറ്റി ക്ലബിനൊപ്പം ചേരാനായിരുന്നു സാലയുടെ യാത്ര. അന്നു രാത്രി 8:30 വരെയാണ് വിമാനം റഡാറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നത്. വിമാനം കാണാതാകുന്നതിന് തൊട്ടുമുമ്പ് എമിലിയാനോ സാല മുൻ ക്ലബ് നാൻഡസിലെ സഹതാരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അവസാനമായി അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ആ സന്ദേശം. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും തകരാൻ പോവുകയാണെന്നും സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നു. വല്ലാതെ ഭയം തോന്നുന്നുവെന്നും തന്നെ കണ്ടെത്താൻ ആരെങ്കിലും അവർ അയക്കുമോ എന്നറിയില്ലെന്നും വാട്സപ്പ് സന്ദേശത്തിൽ സാല പറയുന്നു. ലോകമെങ്ങും ഫുട്ബോൾ ആരാധകർ ആശങ്കയിലായ ദിവസങ്ങളായിരുന്നു അത്. സാലയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി പ്രമുഖ അർജന്റീനിയൻ താരങ്ങളടക്കം രംഗത്ത് വന്നിരുന്നു. സാലയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഇതിനു പിന്നിൽ ഫുട്ബോൾ മാഫിയയുടെ ഇടപെടലുള്ളതായി സംശയിക്കുന്നതായും ആരോപിച്ച് ഇതിനിടെ മുൻകാമുകി ബെർണിസ് കെയർ ട്വീറ്റ് ചെയ്തതോടെ വലിയ വിവാദമാണ് ഉണ്ടായത്. കാലാവസ്ഥയിലെ മാറ്റം കൊണ്ട് സംഭവിച്ച ഒരു അപകടമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും വിമാനം കാണാതായതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുമായിരുന്നു ബെർണിസിന്റെ ട്വീറ്റ്. ഇത് വൻ വിവാദമായതിനെ തുടർന്ന് അവർ പിൻവലിച്ചു. തെരച്ചിൽ സംഘം ഫെബ്രുവരി 3 ഇംഗ്ലീഷ് ചാനൽ കടലിന്റെ അടിത്തട്ടിൽ വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഫെബ്രുവരി 6 അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബ്രിട്ടീഷ് എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ സംഘം സാലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. തുടർ പരിശോധനകളിൽ മൃതദേഹം അദ്ദേഹത്തിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. പൈലറ്റ് ഡേവിഡ് ഇബോട്ട്സന്റെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടില്ലെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു റെക്കോർഡ് തുകയായ 138 കോടി രൂപയ്ക്ക് കാർഡിഫ് സിറ്റി ഫ്രഞ്ച് ക്ലബ് നാൻഡസിൽ നിന്ന് സാലയെ വാങ്ങിയത്. സഹതാരങ്ങളോടും ക്ലബിനോട് യാത്ര പറഞ്ഞ് പുതിയ ക്ലബിലേക്കുള്ള യാത്രാമധ്യയാണ് ദുരന്തം സാലയുടെ ജീവൻ കവർന്നത്. അമിത വേഗത്തിൽ പോകവേ മേഘങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ പൈലറ്റിന് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് വഴിതെളിച്ചതെന്നായിരുന്നു പിന്നീട് കണ്ടെത്തിയത്. എന്നാൽ ശരീരത്തിൽ അമിത അളവിൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതും വിമാനം സംബന്ധിച്ച ക്രമക്കേടുകളുമൊക്കെ സാലയുടെ മരണം വീണ്ടും വാർത്തകൾ നിറയാൻ കാരണമായി. വിമാനത്തിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് ക്യാബിനിലേക്ക് കാർബൺ മോണോക്സൈഡ് ചോർന്നതായും ഇത് സാലയെയും പൈലറ്റ് ഡേവിഡ് ഇബോട്ട്സനെയും അബോധാവസ്ഥയിലാക്കിയിരിക്കാമെന്നുമാണ് നിഗമനം. ഈ വിമാനത്തിനും പൈലറ്റിനും മതിയായ രേഖകളിലായിരുന്നെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. രാത്രിയിൽ പറക്കുന്നതിനുള്ള വാണിജ്യ ലൈസൻസോ റേറ്റിംഗോ പൈലറ്റ് ഇബോട്ട്സൺ ഉണ്ടായിരുന്നില്ല. അനധികൃതമായി വിമാനം സംഘടിപ്പിച്ചു നൽകിയ ഡേവിഡ് ഹെൻഡേഴ്സൺ എന്നയാൾ വ്യോമയാന സുരക്ഷാ കുറ്റകൃത്യങ്ങൾക്ക് തടവിന് ശിക്ഷിക്കപ്പെട്ടു. കളിക്കാരന്റെ യാത്രയ്ക്ക് വിമാനം ക്രമീകരിക്കാൻ നാൻഡസ് ഉത്തരവാദിയാണെന്നായിരുന്നു കാർഡിഫിന്റെ വാദം. എന്നാൽ നാൻഡസ് ക്ലബ് അത് നിഷേധിച്ചു. ഇരുവരും തമ്മിൽ ഇതേ തുടർന്ന് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധവും ഉണ്ടായി. 100 മില്യൺ പൗണ്ടിൽ കൂടുതൽ നഷ്ടപരിഹാരത്തിനായുള്ള കാർഡിഫ് സിറ്റിയുടെ അവകാശവാദങ്ങൾ ഫ്രാൻസിലെ ഒരു വാണിജ്യ കോടതി ഈ വർഷമാണ് തള്ളിക്കളഞ്ഞത്. എന്തായാലും ക്ലബ് മാറ്റങ്ങൾക്കിടയിൽ താരങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ചർച്ചയാകാൻ ഈ ദുരന്തം വഴിതെളിച്ചിരുന്നു. ഫ്രഞ്ച് ലീഗിൽ തുടർച്ചയായി പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം വാങ്ങി മികച്ച ഫോമിലായിരുന്നു സാല. ഈ മികവാണ് താരത്തെ കാർഡിഫ് സിറ്റി വിലയ്ക്ക് വാങ്ങാൻ ഇടയാക്കിയത്. എന്നാൽ സാല ഇല്ലാതിരുന്ന ആ സീസണിൽ കാർഡിഫ് സിറ്റി പ്രീമിയർ ലീഗിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും പിന്നീട് ലീഗ് 1 തരം താഴ്ത്തപ്പെടുകയും ഉണ്ടായി. ലോകമെങ്ങും കാൽപന്തുകളുടെ ആവേശം നിറയുന്ന ഈ നാളുകളിൽ എമിലിയാനോ സാലയെ മറക്കാത്തവർ നിരവധിയാണ്. ആ മികച്ച സ്ട്രൈക്കർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോകകപ്പിൽ അർജന്റീന ആരാധകരെ ആവേശത്തിലാക്കാൻ അദ്ദേഹവും ഉണ്ടാകുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.